ആദ്യ ഇഡലി എടുത്ത് കഴിക്കുക. ഒന്നും കഴിക്കാതെ ക്ഷീണിച്ചിരിക്കുക. അയ്യോ മദർ ഇന്ത്യ, കുറച്ചു നേരം മുമ്പ് കണ്ണാണ്ട് ഗുഡ് മോർണിംഗ് വേദാന്ത്. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് ഓൾ. നൈറ്റ് ലേറ്റ് ആയിട്ടാ വന്നതല്ലേ? എവിടെ പോയതായിരുന്നു? എന്താ ഗംഗേ, എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നേ? ഞാനില്ലാതെ എന്നോട് പറയാതെ ഈ വീട്ടിലൊരു കല്യാണ നിശ്ചയം നടന്നിരിക്കുന്നു. ഇതിനേക്കാളും വലിയ അപരാധം വേറൊന്നുമില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല, കല്യാണം നടത്താൻ അനുവദിക്കുകയുമില്ല. അകത്തേക്ക് വാ. അല്ല, എന്റെ അടുത്തൊരു വാക്കുപോലും പറയാതെ നിങ്ങൾ നിശ്ചയം നടത്തിയല്ലേ? ഈ വീട്ടിൽ പ്രായമായവര് വേറെ ആരും ഇല്ലല്ലോ. ഉള്ളത് ഞാൻ ഒരുത്തി മാത്രമാണ്. അതും ഞാൻ നിന്റെ അമ്മയാണ്. എന്റെ അടുത്ത് പറയണമെന്ന് നിനക്ക് തോന്നിയിട്ടേ ഇല്ലേ? ആദിയുടെ കല്യാണത്തിന്റെ സമയത്തും അവസാന നിമിഷത്തിലാണ് എന്നോട് പറഞ്ഞത്. അമ്മേ, അതങ്ങനല്ല. നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കെങ്കിലും കുറച്ച് അറിവുണ്ടായിരിക്കണം. ഞാനാണെങ്കിൽ എന്റെ മരുമകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നാട് മൊത്തം പറയുന്നുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവ് എന്നെ മറന്നുപോയി. അമ്മേ, അതിനങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ അമ്മയോട് പറയണമെന്ന്. ഇനി എന്താ ഞാൻ അറിയാനുള്ളത്? നിങ്ങൾക്കൊക്കെ പിന്നെ പ്രായമായവർ, ശാസ്ത്രം, സമ്പ്രദായം എന്ന കരുതലൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യൂ. എല്ലാം നിങ്ങൾക്ക് തമാശക്കളിയാണല്ലോ അല്ലേ? അമ്മ വിഷമിക്കാതെ ഇവിടെ വന്നിരിക്കെ. എല്ലാം സമാധാനമായിട്ട് ഞാൻ പറയാം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എല്ലാം കഴിഞ്ഞതിന് ശേഷം സോപ്പിടാനായിട്ട് നോക്കുവാണല്ലേ? ഞാൻ തീർത്ഥയാത്ര പോയ സമയം നോക്കി പ്ലാൻ ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിച്ചു അല്ലേ? നിങ്ങളോടൊക്കെ എന്താ പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ അമ്മേ, ഒന്ന് സമാധാനപ്പെട്. വെറുതെ എന്തിനാ BP കൂട്ടുന്നത്? നിശ്ചയത്തിന്റെ കാര്യം അമ്മയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. വേദാന്ത് തന്നെ ഒറ്റയ്ക്ക് പോയി എല്ലാം ചെയ്തിട്ട് വന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഇവരൊക്കെ എന്താ എങ്ങനെ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. തെറ്റ് ചെയ്തിട്ട് ഒടുക്കം തലകുനിച്ച് നിൽക്കുന്നവരാണ് ഇവർ. പക്ഷെ നിന്നോട് എനിക്ക് ആദ്യം തൊട്ടേ സ്നേഹമുണ്ടായിരുന്നു. നീ തെറ്റ് ചെയ്യില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം.
നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മുത്തശ്ശി, എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ടാ. സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അറിയിക്കാൻ സമയം കിട്ടിയില്ല. അതൊക്കെ വിട്, നടന്നു. പക്ഷേ പെൺകുട്ടികളെ കണ്ണെടുത്ത കാണാത്തവനായ നീ ഇത്ര അർജന്റായിട്ട് നിശ്ചയമൊക്കെ നടത്തിയിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ പെട്ടല്ലോ, അതെനിക്ക് സന്തോഷായി. എന്താ എല്ലാവരും എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇവന്റെ കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബാക്കി ആരെയും ഞാൻ ഇങ്ങനെ സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. വേദാന്തേ, ആരടാ നിന്റെ ആ പെണ്ണ്? ഫോട്ടോ കാണിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി അവിടെ എന്ത് ചെയ്യാ? ഒന്ന് പുറത്തോട്ട് വന്നേ. ഒന്ന് വെറുതെ ഇരിക്കണ്ട അമ്മു. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇട്ടിട്ട് ഒരു ശീലവും. ഈ സാരിയും ഈ ബ്ലൗസും എല്ലാം കൂടി ആകെ ഒരുമാതിരി ഇരിക്കുക. എനിക്കിത് ഒട്ടും മാച്ച് ആവുന്നില്ല. ലോകം ഒരുപാട് മാറിപ്പോയി ചേച്ചി. എന്തോ പാവാട ബ്ലൗസ് തന്ന പോലെയാണല്ലോ പറയുന്നേ. നീ ഇപ്പൊ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിനക്കത് മനസ്സിലായേനെ. അതിലിത്ര മാനം പോവാനും നാണക്കേട് തോന്നാനും ആരും ഒന്നും പറയാനൊന്നും ഇല്ല. കുറച്ച് അപ്ഡേറ്റ് ആവു ചേച്ചി. നിങ്ങൾക്കൊക്കെ സന്തോഷം, എനിക്കിത് സങ്കടം. ഞാൻ മാത്രല്ല, ഇത് നീ ഇടില്ല. ചേച്ചി, നീ വെറുതെ ഓരോന്നോത്ത് ടെൻഷൻ ആവല്ലേ. ഇവിടെ വേറെ ആരും ഇല്ല, ഇറങ്ങി വാ. നിനക്കിത് ചേരുന്നില്ല, ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് മാറ്റാം. ആദ്യം നീ ഒന്ന് പുറത്തേക്ക് വാ. ഒന്ന് വാ ചേച്ചി. കണ്ടിട്ട് ഇനി വിക്കി എന്ത് വിചാരിക്കോ എന്തോ. ഓ, ഇതാണോ കാര്യം? ചേട്ടൻ എന്താ പറയാ? ഞാൻ പറയുന്ന കേക്ക്. വിക്കി ചേട്ടൻ മാത്രല്ല, പാർട്ടിക്ക് വരുന്നവരും നിങ്ങളുടെ എൻഗേജ്മെന്റിന് വരുന്ന ബാക്കി എല്ലാരും നിന്റെ ഈ ലുക്ക് തന്നെ നോക്കി ഞെട്ടാനാ പോകുന്നേ. ഒരേ ഒരു പ്രാവശ്യം നിന്നെ കണ്ടു കഴിഞ്ഞാലും അപ്പൊ തന്നെ തല ഇറങ്ങി വീണ് നിന്റെ ഓർമ്മ മാത്രമായിരിക്കും മനസ്സിൽ വരുന്നേ. നിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അറിഞ്ഞാ പിന്നെ ഒരു ദിവസം മുമ്പെങ്കിലും വന്ന് നിന്നെ ഒന്ന് കണ്ടാ മതിയെന്ന് ഓർത്തേനെ എല്ലാരും. എന്തിനമ്മു കള്ളത്തിന്റെ പുറത്ത് കള്ളം പറയുന്നേ? ചുമ്മാ എന്തിനാ ഞാൻ പറയുന്നേ? നീ കണ്ടു, എല്ലാരും നിന്നെ ഞെട്ടി തന്നെ ആയിരിക്കും നോക്കുന്നത്. നീ തന്നെ ഒന്ന് കണ്ണാടി നോക്ക, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഹായ് ഡൊണാൾഡക്ക്, ഇതിനെയാ മേക്ക് ഓവർ എന്ന് പറയുന്നത്. കാവ്യമാധവനെ പോലിരുന്ന ചേച്ചി ഐശ്വര്യ റായെ പോലെയായി. ഒരു ഡൗട്ടും ഇല്ല, നിനക്ക് ഈ സാരി തന്നെയാ ഫിക്സ് ചേച്ചി. റൗഡി ബേബിയുടെ ചേച്ചി എന്ന് വെച്ചാൽ എന്താ തമാശയാണോ? മാത്രമല്ല നമ്മൾ പ്രമീളയുടെ മക്കളല്ലേ, ഒരു കാര്യത്തിലും കുറവ് വരാൻ പാടില്ല. ബോട്ടിലിട്ട ബോട്ടിലിന്റെ ഷേപ്പ്, ഗ്ലാസ്സിലിട്ട ഗ്ലാസിന്റെ ഷേപ്പ്. പ്രമീളയുടെ മക്കൾ KJ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം. ഒരു നിമിഷം, ഈ ഡൊണാൾഡ് ഒക്കെ വിളിച്ചെന്തിനാ? നമ്മുടെ ചേച്ചിയെ കാണാൻ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഡൊണാൾഡ് ഡക്കാ, എന്തടി ഇതൊക്കെ? എന്നെ കാണാൻ കൊള്ളില്ലേ? കറക്റ്റ്. അത് ശരിയല്ല. നീയാണ് പ്രേതത്തിനെ പോലെ ഇരിക്കുന്നത്, എന്നിട്ട് എല്ലാവർക്കും ഇരട്ട പേരിടുന്നു. നീ ആദ്യം വായടയ്ക്ക് മുതുക്കി. നിന്നെ കാണാൻ കിങ്കോങ്ങിലെ കൊരങ്ങനെ പോലുണ്ട്. എടി മരക്കഴുതി, നിന്നെ ശരിയാക്കുവേ. മുത്തശ്ശി ഇത്രയൊക്കെ തുള്ളി ചാടിയിട്ട് ലാസ്റ്റ് എല്ലാം ഫ്ലോപ്പ് ആയി പോയി. വേദാന്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ നമ്മ വിചാരിച്ചത് നന്നായി.
ഞാൻ വെറുതെ ഒരു കളിയും കളിക്കാൻ ഇറങ്ങില്ലേ. ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയം കണ്ടേ ഞാൻ മടങ്ങാറുള്ളൂ. അതിലൊരു സംശയം വേണ്ട. അമ്മൂമ്മ അച്ഛൻ അതിനാ പറഞ്ഞത് കാര്യം അറിയാതെ എല്ലാവരും വഴക്ക് പറയണ്ടെന്ന്. നിങ്ങൾ എന്താ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇനി എന്താ ഞാൻ അറിയാനുള്ളത്? അയ്യോ അമ്മൂമ്മ, എൻഗേജ്മെന്റ് വേദാന്ത ചേട്ടന്റെ അല്ല, വിക്കി ചേട്ടന്റെയാ. എന്താ വിക്കിക്കോ? എന്താ നിങ്ങളീ പറയുന്നേ? എടി സുഹാസിനി, സത്യമാണോ ഈ കേൾക്കുന്നത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞതാ. പക്ഷെ വേദാന്തിന് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. അത് അമ്മയ്ക്കും അറിയാലോ. അതെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചത്? മൂത്ത മകന്റെ കല്യാണം നടത്തുന്നതിന് പകരം ഇളയ മകന്റെ കല്യാണ നിശ്ചയമാണോ നിങ്ങൾ നടത്തിയത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ നടക്കുക എന്നുള്ള ചിന്ത വല്ലോ നിങ്ങൾക്കുണ്ടോ? ഈ വീടിന് നല്ലതാണോ ഇതൊക്കെ? എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ടാ. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ചെറുപ്പം തൊട്ടേ കുറച്ച് കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോടുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? നിന്റെ അച്ഛനോ നിന്റെ അമ്മയ്ക്കോ നിന്റെ ഭാവിയെ പറ്റി യാതൊരു ചിന്തയില്ലായിരിക്കും. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ മുത്തശ്ശി? നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട. എന്നെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? ഞാൻ പിന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ സമാധാനമായിട്ടിരിക്കും. ഈ പാർട്ടി ഒന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി, ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് വിചാരിച്ചിരുന്നപ്പോ വേറൊരു പ്രോബ്ലം കൂടെ വന്നിട്ടുണ്ടല്ലോ ആദ്യ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ചേട്ടാ. എല്ലാവരും വേദാന്ത ചേട്ടൻ മാനേജ് ചെയ്യും. പക്ഷെ ഈ അമ്മൂമ്മ എങ്ങനെയാ മാനേജ് ചെയ്യാൻ പോകുന്നേ? കണ്ടറിയാം. ഇത്രയും ദിവസം പ്രഭാകരനെ സഹിച്ചത് തന്നെ ഒരു തരത്തിലാ. ഇപ്പതേ ഇവരും. ദൈവമേ, എങ്ങനെയെങ്കിലും രക്ഷിച്ചേക്കണേ. അയ്യോ, എന്താ ചേട്ടാ ഇത്? പതുക്കെയൊക്കെ നോക്കിയെടുക്ക്. വേഗം വേഗം പണി തീർക്ക്. എല്ലാരും വരാറായി. വേഗം. ഓർഡർ ചെയ്ത സാധനങ്ങളിൽ എത്തിയിട്ടില്ലേ? അതെ മാഡം, എത്തിയിട്ടുണ്ട്. ചേട്ടാ, അവിടെയൊക്കെ ലൈറ്റ് ഇടണം. നല്ല വെട്ടം വേണം. ഇവിടെ വരുന്നവരൊക്കെ പളപളാന്ന് മിന്നണം. ഒന്ന് വേഗം പോയാൽ ലൈറ്റ് ഇട്ടത്. അയ്യോ ചേട്ടാ, ഇതെന്തോ മാറിക്കിടക്കുന്നേ. ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഇട്. ചേട്ടൻ ഒന്നിങ്ങനെ ഇറങ്ങാൻ ഞാൻ ഇടാം. ശരി മാഡം. അല്ല മാഡം, ഒരു ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നു ഓർത്ത് എന്താ കുഴപ്പം? ഒരു ലൈറ്റോ? എല്ലാ ലൈറ്റും മാറിയാ കിടക്കുന്നേ. ഒരു ലൈറ്റ് പോലും മാറി കിടക്കാൻ പാടില്ല. വേദാന്ത് മേനോൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടി അല്ലേ ഇത്? ആളൊരു പെർഫെക്ഷന്റെ ആളാണെന്ന് അറിയില്ലേ? ശരിയായിട്ട് വെച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ശരി, ചേട്ടൻ അതൊക്കെ പോയി ശരിയാക്ക. ഞാനിത് ശരിയാക്കിക്കോളാം. ശരി മാഡം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പെൺകുട്ടികളെ നോർമൽ വെളിച്ചത്തിൽ തന്നെ കാണാൻ സൂപ്പർ ആയിരിക്കും. അപ്പോ പിന്നെ ഈ എക്സ്ട്രാ ലൈറ്റും കൂടെ മുഖത്തേക്ക് അടിക്കുമ്പോ പിന്നെ മൊത്തം കളറായിരിക്കും. എന്റെ ബോസ് ആണെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ആളാ. ഇത്രയും കളർ കണ്ട അദ്ദേഹത്തിനൊന്നും തോന്നിയില്ലെങ്കിൽ എന്റെ മനസ്സലിഞ്ഞു പോകും. ബോസ്, അമൂല്യ മേഡത്തിനെ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ? സൈക്കോ വുമൻ. ഇവളെ ഈ ഡ്രസ്സിൽ കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ നോക്കണ്ട. ഇങ്ങനെ നോക്കിയാ ഒന്നി കണ്ണു പോവും.
അല്ലെങ്കിൽ ഹാർട്ട് പോകും. ഡോ താനെന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ പണി ചെയ്യേ. ബാസ്, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ നോക്ക്. ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടാ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വിളിക്കാം. ഇന്നും ഇവർ ഓട്ടോയിൽ തന്നെയാണല്ലോ വന്നത്. എന്തൊരു നാണക്കേടാ. ആദ്യം ഇവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ തല മുഴുവൻ എണ്ണയും തേച്ച് പൂവും വെച്ച് ഒരുമാതിരി വൃത്തികെട്ട കോലത്തിൽ വന്നേനെ. എന്തൊരു കഷ്ടം. ഇവർക്കൊന്നും അല്പം പോലും കോമൺ സെൻസ് ഇല്ലേ? ആ, എന്തൊക്കെയോ വാരി കെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ലോകം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിന് ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കാനുള്ള ബോധമൊന്നും ഇവർക്കില്ലേ? അതെങ്ങനെ പൊട്ടക്കണറ്റി കിടക്കുന്ന തവളകളെ പോലെയാണല്ലോ. സിദ്ധാർത്ഥ്, അച്ഛാ, ഈ ഡെക്കറേഷൻ ഒക്കെ എന്ത് നന്നായിരിക്കുന്നു. അതെ അതെ, സാധാരണ ഇതെല്ലാം ടി വിയിലെ കണ്ടിട്ടുള്ളത്, ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റി. ചേച്ചി ലവ് ചെയ്തത് നല്ല കാര്യമായിപ്പോയി. ഇല്ലെങ്കിൽ ഇതൊന്നും കാണാനുള്ള ചാൻസേ കിട്ടില്ലായിരുന്നു. മതി, മിണ്ടാതിരിക്കെ. ഇതെല്ലാം വലിയ ആൾക്കാരുള്ള സ്ഥലമാ. നിങ്ങൾ കൂടുതൽ ഗോഷ്ടിയൊന്നും കാണിക്കാൻ അങ്ങോട്ട് നടക്ക്. ആരും കേക്കില്ല ഡാർലിംഗ്, സമാധാനായിട്ടിരിക്കെ. നടക്ക്. കഴുത നിക്ക്, ഇൻവിറ്റേഷൻ തന്നെ. ഇവള എന്റെ മകൾ ആരതി. ഇവളാ വിക്രാന്തിനെ കല്യാണം കഴിക്കുന്നേ. ഇത് ഞങ്ങളുടെ ബന്ധു വീട്ടിലൊരു ഫംഗ്ഷനാ. ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞ് അകത്തേക്ക് വിടാൻ പറ്റില്ല സാർ, സോറി. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് വിളിച്ചതാ. എന്റെ മോള് ഈ വീട്ടിലെ മരുമകളാവേണ്ടതാ. ഞങ്ങളെ അകത്ത് കയറ്റി വിടില്ലെന്ന് പറഞ്ഞെങ്ങനെയാ? ഒരിക്കൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഇൻവിറ്റേഷൻ കാണിക്കേ. അല്ല, ഇതെന്താ സിനിമാ തിയേറ്റർ വല്ലോ ആണോ? ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് പോവാനേ. ഞങ്ങൾ ഈ ഫംഗ്ഷന് വന്നിരിക്കുന്ന ഗസ്റ്റ് ആണ്. അമ്മേ, ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ? പിന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇൻവിറ്റേഷൻ കൊണ്ടാണോ പോകുന്നേ? നമ്മളെ വിളിച്ചാ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകുന്നത് നമുക്കൊരു ചടങ്ങല്ലേ. അതുകൊണ്ടല്ലേ നമ്മള് ഈ മധുര പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ, ഇവരകത്തേക്ക് കയറ്റി വിടുന്നില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് ശരിയാ. നിങ്ങളാരാ?
നിങ്ങൾ ആരാണെങ്കിലും ഇൻവിറ്റേഷൻ ഇല്ലാതെ അകത്ത് കയറ്റാൻ പറ്റില്ല. സെക്യൂരിറ്റീസ് ഇതിനൊക്കെ എതിരാണ്. അതിന് ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ചുമ്മാ സംസാരിച്ച് ഇഷ്യൂ വലുതാക്കണ്ട, നോയിസൻസും ഉണ്ടാക്കണ്ട. നോക്ക്, ഞങ്ങളെ വിളിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല ഇങ്ങോട്ട്. സാർ, ഇവിടെ തർക്കിക്കാൻ സമയമില്ല. ഇൻവിറ്റേഷൻ തന്നിട്ട് അകത്തേക്ക് പോക്കോ. അത് കൊണ്ടുവന്നില്ല മോനെ, വീട്ടിൽ തന്നെ വെച്ചേക്കുവാ. കൊണ്ടുവന്നില്ലെന്നാണോ അതോ കിട്ടിയില്ലെന്നാണോ? ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരില്ലായിരുന്നു. ഇൻവിറ്റേഷനിൽ ഡ്രസ് കോഡിനെ പറ്റി കൃത്യമായിട്ട് എഴുതിയിരുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകണം.